നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളിതാ ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ 20 മിനിറ്റ് കുതിർക്കാൻ വെക്കണം. നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം നമുക്ക് കുതിർത്തിയെടുക്കാം. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. ഇതിപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ കുക്കറിലിട്ട് 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം എന്ന് പറഞ്ഞ കണക്കിലാണ് ഞാൻ വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. ഇതാ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. വിസിൽ വന്ന ശേഷം ആവി പോയി കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്നാൽ മതി. ഇതൊന്ന് വെന്ത് വരട്ടെ. അരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ആവി പോയി വരട്ടെ. ആ സമയം നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ കാരമൽ ചെയ്തെടുക്കുന്നത്. കാരമൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ പഞ്ചസാര മെൽട്ടായി വരുന്നുണ്ട്. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. മെല്ലെ ലോ ഫ്ലെയിമിലാക്കി നമ്മൾ കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ രീതിയിലാവുമ്പോൾ നമ്മളതിലേക്ക് 3/4 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പഞ്ചസാര കാരമൽ ചെയ്തത് ഒരു കട്ട പോലെ ഇരിക്കും. പക്ഷെ അത് മെൽട്ടായി വരും. മെല്ലെ ഒന്ന് പാല് മെല്ലെ മെല്ലെ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് പാല്. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കുറച്ച് കൂടുതലായി പോയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ മധുരം കുറച്ചാണ് എടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരണം. സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പാലും റൈസും ഒക്കെ ഒന്ന് ഇതിൽ തന്നെ സെറ്റായി വരണം. ഇനി ഇത് തുടരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. റൈസ് അധികം കുഴഞ്ഞു പോകാതെ നോക്കണം. 1 വിസിൽ മാത്രം വന്നാൽ മതി. പിന്നെ പാലിൻ്റെ മിക്സിന്ന് വെന്ത് വരണം. അത് നല്ലതുപോലെ വെന്ത് സെറ്റായി വരണം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അധികം കൊഴുത്തു പോകാതെ നോക്കണം. ഈ വിധത്തിലാവുമ്പോൾ നമ്മൾ വാങ്ങി വെച്ചാൽ മതി. തണുക്കുമ്പോൾ അത് പാകത്തിനായി വന്നുള്ളൂ. ഇതാ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇതിനു വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇടുന്നത്.
ഇപ്പോൾ നമ്മുടെ ബസ്മതി റൈസ് കൊണ്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡെസേർട്ടാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.